ഒരു കാലത്ത് കുട്ടികളുടെ കൊഞ്ചലുകളും കളിചിരികളും മുതിർന്നവരുടെ സന്ദർശനങ്ങളും കൊണ്ട് എപ്പോഴും സജീവമായിരുന്ന കേരളത്തിലെ വലിയ വലിയ വീടുകൾ ഇന്ന് നിശബ്ദതയിലേക്ക് വഴിമാറുകയാണ്. മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച ജോലിക്കുമായി യൂറോപ്പിലേക്കും ഗൾഫ് നാടുകളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും കുടിയേറിയതോടെ സ്വന്തം ഉമ്മറങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് വൃദ്ധജനങ്ങളുടെ ദയനീയ ചിത്രം ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹിക പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ BBC അടുത്തിടെ പുറത്തുവിട്ട ഒരു പ്രത്യേക വിശകലനം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പ്രായമേറുന്ന സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ഈ വലിയ വെല്ലുവിളിയെ കൃത്യമായ ദീർഘവീക്ഷണത്തോടെ നേരിടാൻ ചരിത്രപരമായ ചുവടുവെപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് ഇന്ന് നമ്മുടെ കേരളം. കേവലം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിനപ്പുറം വരും തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ വലിയ ചുവടുവെപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ പ്രതിസന്ധി വെറുമൊരു കണക്കോ ബജറ്റ് രേഖയോ അല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ചോരയും നീരുമുള്ള ജീവിതമാണ്. BBC റിപ്പോർട്ടിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന 70-കാരനായ TO ഡൊമിനിക്കിൻ്റെയും ഭാര്യ MJ മാർത്തയുടെയും ജീവിതം ഇന്നത്തെ കേരളത്തിലെ പല വീടുകളുടെയും നേർചിത്രമാണ്. അവരുടെ മക്കൾ ദൂരദേശങ്ങളിലാണ്. മധ്യരാത്രിയിലോ മറ്റോ പെട്ടെന്ന് ഒരു അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നാൽ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കൂടെ ആരുമില്ലാത്ത അവസ്ഥ. അയൽക്കാരനാണ് തങ്ങളുടെ ഏക ആശ്രയമെന്ന് ഈ ദമ്പതികൾ തുറന്നു പറയുമ്പോൾ അത് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു ദയനീയ യാഥാർത്ഥ്യമാണ്. വിദേശത്തിരിക്കുന്ന മക്കൾക്ക് സാമ്പത്തികമായി മാതാപിതാക്കളെ സഹായിക്കാൻ കഴിയുന്നുണ്ടാകാം, നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കുന്നുണ്ടാകാം. പക്ഷേ പ്രായമായ മാതാപിതാക്കളുടെ അരികിൽ നേരിട്ടിരിക്കാൻ കഴിയാത്തതിൻ്റെ, അവരുടെ രോഗശയ്യയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ വലിയൊരു കുറ്റബോധം മറുനാട്ടിലുള്ള ആ മക്കളെയും വേട്ടയാടുന്നുണ്ട്. പണം കൊണ്ടോ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടോ നികത്താനാകാത്ത ഒരു വലിയ വൈകാരിക ശൂന്യതയിലാണ് നമ്മുടെ വയോജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് അങ്ങേയറ്റം മാനുഷികമായ ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു ജനസംഖ്യാപരമായ മാറ്റം ഇത്ര വേഗത്തിലുണ്ടായത്? അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സാമൂഹിക പുരോഗതിയും മികച്ച ആരോഗ്യ സംവിധാനങ്ങളും കാരണം മലയാളിയുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു, ജനന നിരക്ക് കുറഞ്ഞു. രണ്ട്, കേരളത്തിൽ ദശാബ്ദങ്ങളായി തുടരുന്ന ഉയർന്ന കുടിയേറ്റ നിരക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം വരും വർഷങ്ങളിൽ, അതായത് 2036 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയുടെ 22.8% 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഓർക്കണം, ദേശീയ ശരാശരി വെറും 14.9% മാത്രമായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഈ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്. മുൻപ് അധികാരത്തിലിരുന്ന ഇടത് സർക്കാരുകൾ വെറും പ്രഖ്യാപനങ്ങളിലും കമ്മീഷൻ റിപ്പോർട്ടുകളിലും ഒതുക്കിയ വയോജനക്ഷേമം ഇന്നത്തെ VD സതീശൻ സർക്കാർ കൃത്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വരും തലമുറ നേരിടാൻ പോകുന്ന ഈ വലിയ ജനസംഖ്യാപരമായ മാറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് UDF സർക്കാർ ഈ പുതിയ വകുപ്പിന് രൂപം നൽകിയത്. ഈ പുതിയ വയോജനക്ഷേമ വകുപ്പിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഏജിംഗ് ഇൻ പ്ലേസ് എന്ന ആധുനിക ശാസ്ത്രീയ ആശയമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ മുതിർന്ന പൗരന്മാർ പ്രായമാകുമ്പോൾ അനാഥാലയങ്ങളിലേക്കോ വൃദ്ധസദനങ്ങളിലേക്കോ മാറേണ്ടതില്ല. അവർ ജനിച്ചു വളർന്ന അന്തരീക്ഷത്തിൽ അവരുടെ സ്വന്തം വീടുകളിൽ തന്നെ അന്തസ്സോടെയും സുരക്ഷിതമായും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ നയം. ഇതിനായി കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാലനം സർക്കാർ നടപ്പിലാക്കും. അതായത് പ്രാദേശിക കൂട്ടായ്മകളെ ഉപയോഗിച്ച് ഓരോ വീട്ടിലെയും വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. കൂടാതെ സോഷ്യൽ പ്രിസ്ക്രിപ്ഷൻ വഴി പ്രായമായവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള പദ്ധതികൾ, പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച പരിചാരകരുടെ അഥവാ കെയർ ഗിവേഴ്സിന്റെ വലിയൊരു ശൃംഖല എന്നിവ ഈ വകുപ്പ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വയോജന പാർക്കുകൾ, പകൽ വീടുകൾ, ഫിറ്റ്നസ് സൗകര്യങ്ങൾ എന്നിവയും നാട്ടിൻപുറങ്ങളിൽ വരെ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. തീർച്ചയായും ഈ വലിയ ദൗത്യത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല.
അടിസ്ഥാന സൗകര്യങ്ങളും കെട്ടിടങ്ങളും മാത്രം നിർമ്മിച്ചതുകൊണ്ട് വയോജനങ്ങളുടെ പ്രശ്നം തീരുന്നില്ല. ഏകാന്തതയും സാമൂഹികമായ ഒറ്റപ്പെടലുമാണ് കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വയോജനക്ഷേമ വകുപ്പ് മേധാവി ഡോക്ടർ രത്തൻ കേൽക്കറും സമ്മതിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ജെറിയാട്രിക് അഥവാ വയോജന ആരോഗ്യ വിദഗ്ധരുടെ അഭാവം വലിയൊരു തടസ്സമാണ്. ജനറൽ ആശുപത്രികൾ പ്രായമായവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമല്ല. ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ നീളുന്ന ഒരു സമഗ്രമായ പിന്തുണ ശൃംഖലയാണ് നമുക്ക് വേണ്ടത്. തുടക്കത്തിൽ ഈ വർഷം വയോജന ക്ഷേമത്തിനായി അനുവദിച്ച 10 കോടി രൂപ കുറവാണെന്ന വിമർശനം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ UDF സർക്കാരിന് അതിൽ കൃത്യമായ മറുപടിയുണ്ട്. തുടക്കത്തിൽ പദ്ധതികളുടെ ഏകോപന ശേഷി വളർത്താനും പൈലറ്റ് പ്രോജക്റ്റുകൾക്കുമാണ് ഈ തുക വിനിയോഗിക്കുന്നത്. വയോജന പരിപാലനം എന്നത് ഒരു ഹ്രസ്വകാല പദ്ധതിയല്ല, മറിച്ച് കേരളത്തിന്റെ ദീർഘകാല വികസന മുൻഗണനയാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. സ്വീഡൻ പോലെയുള്ള വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലെ മാതൃകകൾ പഠിച്ചുകൊണ്ട് ശക്തമായ ഒരു കെയർ എക്കോസിസ്റ്റം കേരളത്തിൽ വളർത്തിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ പരിചരണ സംവിധാനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനും സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു സുരക്ഷിത വലയം തീർക്കാനും ഈ പുതിയ വകുപ്പിലൂടെ സാധിക്കും. വയോജന പരിപാലനം എന്നത് കേവലം ഒരു സർക്കാർ നയം മാത്രമല്ല, അത് നമ്മൾ ഓരോരുത്തരും ഈ സമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ട വലിയൊരു മാനുഷിക ഉത്തരവാദിത്തമാണ്. ഭക്ഷണം നൽകുന്നതിനപ്പുറം നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് പുറം ലോകവുമായി ആശയവിനിമയം നടത്താനും സാമൂഹികമായി ബന്ധപ്പെടാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കണം. വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അദൃശ്യരാകരുത്. മക്കളും കൊച്ചുമക്കളും കടലിനക്കരെ വസിക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ VD സതീശൻ സർക്കാരിൻ്റെ ഈ പുതിയ വയോജന പരിപാലന വകുപ്പ് മുതിർന്ന പൗരന്മാർക്ക് ഒരു വലിയ കൈത്താങ്ങായി മാറും എന്നതിൽ തർക്കമില്ല. കൃത്യമായ പ്ലാനിങ്ങോടെയും ദീർഘവീക്ഷണത്തോടെയും UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ജനക്ഷേമ വികസന നയങ്ങളെ നമ്മൾ പിന്തുണച്ചേ മതിയാകൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.